കണ്ണമ്പ്രക്കാവിലമ്മയുടെ തിരുനടക്കിലാണ്. എല്ലാവരെയും കണ്ണമ്പ്ര വേലയുടെ കാഴ്ചകളിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കണ്ണമ്പ്ര വേല മെയ് മാസം 24-നാണ്. നിങ്ങൾക്കറിയാം, 24-ാം തീയതി ഈ വേലപ്പറമ്പിൽ അപാലവൃദ്ധം ജനങ്ങളും വന്നുകൂടുന്ന കണ്ണമ്പ്രയുടെ വേല കാഴ്ചകൾ ഇന്നു മുതൽ കണ്ണമ്പ്ര വാർത്തകൾ തുടങ്ങുകയാണ്. ഇന്ന് പന്തൽ കാൽനാട്ടലായിരുന്നു. രണ്ട് ദേശങ്ങളുടെയും പന്തൽ കാൽനാട്ടൽ കഴിഞ്ഞു. അതിൻ്റെ കാഴ്ചകൾ, അതിൻ്റെ വിശേഷങ്ങൾ, ഒപ്പം വേല നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ, വേലയുടെ കാഴ്ചകൾ, അങ്ങനെ വേലയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഇനി നമ്മൾ ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇന്ന് തുടങ്ങുകയാണ് വേലയുടെ അപ്ഡേഷൻസൊക്കെ. കണ്ണമ്പ്ര വാർത്തകൾ തുടരുക, യൂട്യൂബ് ചാനൽ തുടരുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് വേലപ്രേമികൾക്കും ഒക്കെ ഷെയർ ചെയ്യുക. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വെടിക്കെട്ട് നടക്കുന്ന ഒരു വേലയാണ് കണ്ണമ്പ്ര. നെന്മാറ കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഒരു പക്ഷേ ഏറ്റവും അധികം വെടിക്കെട്ട് നടക്കുന്ന വേല എന്ന് പറയാവുന്നത് കണ്ണമ്പ്ര വേലയാണ്. ഈ വേലയുടെ വിശേഷങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദിവസങ്ങളിലെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തത്. പ്രധാനപ്പെട്ട വാർത്തകളും ഒപ്പം തന്നെ അതിനൊപ്പം വേലയുടെ കാഴ്ചകളും ചേർന്നുള്ള കാഴ്ചകളുടെ വസന്തമാണ് ഇനി കണ്ണമ്പ്രയുടെ കണ്ണമ്പ്ര വാർത്തകൾ തുടരുക. നമുക്കിനി വേലയുടെ കാഴ്ചകളിലേക്ക്, അതിൻ്റെ ആളുകളുടെ അഭിപ്രായങ്ങളിലേക്ക്. വേലയുടെ ആരംഭം കുറിക്കുക. 41 ദിവസം മുമ്പ് നമ്മൾ കൂറയിട്ട് 41-ാം പക്കമാണ് വേല. അതിൻ്റെ തുടക്കമെന്നോണം, വേലയുടെ ആഘോഷ കാഴ്ചകളുടെ തുടക്കമെന്നോണം ഇന്ന് പന്തലിന് കാൽനാട്ടൽ കർമ്മം നടന്നിരിക്കുകയാണ്. കണ്ണമ്പ്രയിലും ആറന്മുളയിലും ദേശങ്ങളിലൊക്കെ അതിൻ്റെ ആരവങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേലക്കാലമാണ്. വേലയുടെ വരവറിയിച്ചുകൊണ്ടുള്ള പന്തൽ കാൽനാട്ടൽ കഴിഞ്ഞ് നമ്മുടെ കണ്ണമ്പ്ര വേല കമ്മിറ്റിക്കാർ നമ്മളോടൊപ്പം ചേരുകയാണ്. മുഖ്യ രക്ഷാധികാരിയുടെയായിട്ടുള്ള വക്കീൽ നമ്മളോടൊപ്പം ചേരുന്ന ശ്രീ അഡ്വക്കേറ്റ് രവീന്ദ്രൻ കുന്നംപുള്ളി. എന്തൊക്കെയാണ് ഇത്തവണത്തെ കണ്ണമ്പ്ര വേലയുടെ ഒരു വിശേഷങ്ങൾ? മേടമാസം 1-ാം തീയതി കാവിലെ കൂറനാട്ടിയതോടുകൂടി വേല മഹോത്സവം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നതിൻ്റെ വേലയ്ക്ക് മനോഹരമായ പന്തൽ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പന്തൽ കാൽനാട്ടൽ കർമ്മം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. മനോഹരമായ പന്തലും ദീപാലങ്കാരവും ഒരുക്കുന്നത് എടപ്പാൾ നാദം പന്തൽ വർക്സാണ്. അതുപോലെ 17-ാം തീയതി മുതൽ 7 ദിവസം ക്ഷേത്രാങ്കണത്തിലെ കൂത്തുമാടത്തിൽ പാവക്കൂത്തും, ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ പന്തപൂജയും പന്തക്കളിയും ഭഗവതിപ്പാട്ടും ഈ 7 ദിവസവും ഉണ്ടാകുന്നതാണ്. ഈ വർഷം 22, 23 തീയതികളിലാണ് പറയെടുപ്പ് കാവിൻ്റെ മുമ്പിൽ തന്നെ കാലത്ത് 6 മണി മുതൽ 12 മണി വരെ നടത്താനാണ് ഉത്സവ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഉത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കണ്ണമ്പ്രദേശത്ത് കൂറേട്ട നാൾ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. കണ്ണമ്പ്രദേശത്തിൻ്റെ വെടിക്കെട്ടിന് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് വെടിക്കെട്ട് എന്നുള്ളത്. വെടിക്കെട്ടില്ലെങ്കിൽ എന്ത് കണ്ണമ്പ്ര വേല എന്നാണ് പൊതുവിൽ പാലക്കാട്ടുകാരുടെ എല്ലാം തന്നെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ വർഷം വളരെ ഗംഭീരമായ വെടിക്കെട്ട് നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തൃശ്ശൂരിലെ BSS ഫയർവർക്സാണ് അതിൻ്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ വാദ്യ കലാകാരന്മാരെ 100-ലധികം വാദ്യ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ഈ വർഷത്തെ വാദ്യ കലാരംഗം അണിനിരത്തുന്നത് പുതുക്കോട് അഭിലാഷ് മാരാറാണ്. വാദ്യകലാ രംഗത്ത് നേതൃത്വം കൊടുക്കുന്നത് ഈ രംഗത്തെ കുലപതികളായ കുനിശ്ശേരി അനിയന്മാരാർ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, പെരുവനം സതീശന്മാരാർ എന്നിവരാണ്. കൂടാതെ വേല ദിവസം വൈകിട്ട് മന്നത്ത് ഡബിൾ തായമ്പക ആയതിന് നേതൃത്വം കൊടുക്കുന്നത് പോരൂർ ഉണ്ണികൃഷ്ണനും കലാനിലയം ഉദയൻ നമ്പൂതിരിയുമാണ്. ഭഗവതിയുടെ കോലം ഏറ്റിക്കൊണ്ട് എഴുന്നള്ളത്തിന്
ആനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരനും മറ്റ് 6 ആനകളും ചേർന്ന് 7 ആനകളാണ് കണ്ണമദേശത്തിന് വേണ്ടി അണിനിരത്തുന്നത്. എല്ലാ അർത്ഥത്തിലും വേല മഹോത്സവം വളരെ ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഉത്സവ കമ്മിറ്റി അംഗങ്ങളും ഈ പ്രദേശ ജനങ്ങളും ദേശവാസികളും വളരെ നന്നായി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ണമ്പ്ര വേല മഹോത്സവത്തിന് മെയ് മാസം 24 നടക്കുന്ന മഹോത്സവത്തിന് ഈ പ്രദേശത്തെയും മറ്റ് ജില്ലകളിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും എല്ലാ ഉത്സവ പ്രേമികളെയും കണ്ണമദേശത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഇതിന് നമുക്കിപ്പോൾ വഴിപാട് നിലയ്ക്കും അല്ലെങ്കിൽ സംഭാവന നിലയ്ക്കും നിരവധിയായ ആളുകൾ നമ്മൾ സഹായിക്കുന്ന ആളുകളുണ്ട്. ഇത് കാണുന്ന വേലപ്രേമികളായിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ നമ്മളും സഹായിക്കണമെങ്കിൽ എൻ്റെ ബാക്കി വിശദാംശങ്ങളോടൊന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഈ വേല മഹോത്സവത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് എന്ന് പറയുന്നത് ആന വഴിപാടാണ്. അവരുടെ പല കാര്യസാധ്യതയ്ക്ക് വേണ്ടി, ഉദാഹരണത്തിന് വിവാഹം, ജോലി, പാർപ്പിടം ഉണ്ടാക്കൽ, രോഗശാന്തി, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഭഗവതി സഹായിക്കും എന്നാണ് ഈ പ്രദേശ ജനങ്ങളുടെ വിശ്വാസം. എത്രയോ ആളുകൾ ഇവിടെ വന്ന് ഭഗവതിക്ക് മുമ്പിൽ പ്രാർത്ഥിച്ച് അവരുടെ കാര്യസാധ്യത നടത്തിയതിൻ്റെ മുൻപും ആയതിനും പിൻപും ഒട്ടേറെ ഭഗവതിക്ക് വഴിപാടുകൾ തരാറുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രം അലങ്കരിക്കുക, അത് പൂ കൊണ്ടുള്ള അലങ്കാരമുണ്ട്, ലൈറ്റ് കൊണ്ടുള്ള അലങ്കാരമുണ്ട്, അതും ഇവിടെ സ്പോൺസർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ക്ഷേത്ര ദീപാലങ്കാരത്തിനാണെങ്കിൽ 25,001 ഉറുപ്പികയാണ് വേല കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തിടമ്പ്, കാവ്, പുഷ്പാലങ്കാരം അതും 25,001 ഉറുപ്പികയാണ്. തിടമ്പാനയ്ക്കാണെങ്കിൽ 20,000 ഉറുപ്പികയും പച്ചാനകൾക്ക് 10,000 ഉറുപ്പികയും ഉച്ചവെടിക്ക് 10,001 ഉറുപ്പികയും ഒരു ദിവസത്തെ പാവക്കൂത്തിന് 5,001 ഉറുപ്പികയും വേലസദ്യക്ക് 5,001 ഉറുപ്പികയും ഉത്സവ ദിവസത്തെ പൂജ 5,001 ഉറുപ്പികയും പണപ്പറ 501, പഴപ്പറ 301, നെൽപ്പറ 201 അങ്ങനെയുള്ള വഴിപാടുകളും കണ്ണമ്പ്ര ശ്രീകുമാർ ഭഗവതിക്ക് വേണ്ടി ജനങ്ങൾ നൽകാറുണ്ട്. തുടർന്നും അത് ഉണ്ടാകും എന്ന് തന്നെയാണ് ഉത്സവ കമ്മിറ്റിയുടെ പ്രതീക്ഷ. ഇത് കാണുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഭഗവതിയുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഇത്തരം വഴിപാടുകളൊക്കെ ചെയ്യുന്നതിന് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ വേല കമ്മിറ്റിയുടെ നമ്പറും അക്കൗണ്ട് നമ്പറും സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അതിൽകൂടി നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്, അത് വിളിച്ച് പറയാവുന്നതാണ്. അത് നിങ്ങൾക്കൊരു സഹായകമാവും. കണ്ണമ്പ്ര വേല കാണാൻ മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. വസന്തമാണ് ഓരോ കണ്ണമ്പ്ര വേലകളും. ഇത്തവണയും കാഴ്ചകളിലൊട്ടും മോശമാക്കാതിരിക്കാൻ വേണ്ടി കണ്ണമ്പ്ര വേല കമ്മിറ്റിക്ക് വേണ്ടി ദീപാലങ്കാരവും പന്തലും ഒരുക്കുന്നത് പുതിയൊരാളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തെ ആദ്യമാണെന്ന് തോന്നുന്നു. എടപ്പാളിലെ നാദം പന്തലർസ് ഉടമ ശ്രീ ബൈജു ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്തൊക്കെയാണ് ബൈജുട്ടാ ഇത്തവണത്തെ കണ്ണമ്പ്ര വേല ഒരുക്കങ്ങൾ പന്തലുമായി ബന്ധപ്പെട്ട്? ഇപ്രാവശ്യം ഞാൻ കണ്ണമ്പ്ര ആദ്യമായിട്ടാണ് കണ്ണമ്പ്ര ചെയ്യുന്നത്. 17 വർഷമായി ഫീൽഡിൽ വന്നിട്ടെങ്കിലും കണ്ണമ്പ്രയിൽ ഇതുവരെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം അതിനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ പന്തൽ നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രത്യേകത സാധാരണ വ്യത്യസ്തമായി കണ്ണമ്പ്രയിൽ പ്രതീക്ഷിക്കാൻ പറ്റും ഇത്തവണ? അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളതൊന്നുമില്ല. നമ്മൾ ഡിജിറ്റൽ ലൈറ്റിങ്ങിൽ നമുക്ക് പരമാവധി പുതിയ ഡിസൈനുകൾ കയറ്റിയിട്ട് നമ്മൾ ചെയ്യും അല്ലേ? എന്തായാലും കാണാൻ പോകുന്ന കാഴ്ച ചോദിച്ചറിയുന്നത് ശരിയല്ല എങ്കിലും എന്തായാലും ഒരു നല്ല കണ്ണമ്പ്ര വേലയുടെ ഏറ്റവും മികച്ച കാഴ്ച തന്നെ ഒരുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഓക്കെ.